ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല പഫി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പൂരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചില ടിപ്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പൂരിയുടെ റെസിപ്പിയുടെ കൂടെ തന്നെ നമ്മൾ പൂരിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ മസാലയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പൂരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒരു 2.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൂരിക്ക് ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. റവ നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ഓയിൽ ചേർക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി ആദ്യം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള ഉപ്പും റവയും ഓയിലൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മളെടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്കനുസരിച്ചും ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളെന്തായാലും വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി നമ്മൾ അളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് 1 കപ്പ് മതിയാവില്ല, കുറച്ചും കൂടി വെള്ളം കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ പൂരിയുടെ മാവിൻ്റെ പരിവെന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ അത്ര അങ്ങോട്ട് സോഫ്റ്റായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഹാർഡാവാനും പാടില്ല, എന്നാൽ ഒരുപാട് സോഫ്റ്റ് ആവാനും പാടില്ല. ആ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇപ്പം മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റായി പോകാൻ പാടില്ല. നമ്മളിങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ടുണ്ടാവണം. ഒരുപാട് സോഫ്റ്റ് ആവാൻ പാടില്ല. അതാണ് ഈ മാവിൻ്റെ പരുവം. അപ്പോൾ വെള്ളം കൂടുതലായിട്ട് മാവ് ഒരുപാട് സോഫ്റ്റായി കഴിഞ്ഞാൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ 1 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമ്മളിത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ടിത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ പൂരിക്ക് നമുക്ക് എത്രത്തോളം വലുപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഉരുളകളാക്കിയെടുക്കാം. ഞാൻ ഒരുപാട് വലുപ്പത്തിലുള്ള പൂരിയല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള ബോൾസായിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ ഇനി ബാക്കി വരുന്ന മാവ് മുഴുവനും നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ആ മാവ് മുഴുവനും നമ്മളിതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് ഒരു 23 പൂരി വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മേലെ ഇതുപോലെ ചെറിയ ക്രാക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള മാവല്ലല്ലോ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പരത്തിയാലും മതി. അപ്പോൾ നമ്മളിത് പരത്താനായിട്ട് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി. ഇനി ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം പതുക്കെ അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാവിൻ്റെ ഒരു സൈഡിൽ മാത്രം കുറച്ച് എണ്ണയാക്കി കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം പലകയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം മാവൊന്ന് തിരിച്ചു വെച്ചിട്ട് മറ്റേ സൈഡും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് പരത്തിയെടുക്കുക. അപ്പോൾ അത് പരത്താനായിട്ട് നമ്മൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കരുത്. എണ്ണ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ പൂരി മേലേക്ക് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഒരു സൈഡ് മാത്രം കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ട് പരത്തിയെടുത്താൽ മതി. പിന്നെ അതുപോലെ നമ്മളിത് പരത്തുമ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് കനം കുറയാൻ പാടില്ല. അതായത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് തിന്നാവാൻ പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. ഒരു മീഡിയം തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമ്മളിത് പരത്താൻ. ഒരുപാട് കനം കുറഞ്ഞാൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ അത് മേലേക്ക് പൊങ്ങി വരുന്നതോട് കൂടിയിട്ട് അതിൻ്റെ നടുഭാഗം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. കനം കൂടി കഴിഞ്ഞാൽ അത് മേലേക്ക് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സോട് കൂടിയിട്ട് പരത്തുക. എന്നിട്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ആണെങ്കിലും അത് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് അത് പരത്തിയെടുക്കുക. മാവിൻ്റെ മേലെ ഒരുപാട് പൊടിയായി കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കുമ്പോൾ ആ പൊടി മുഴുവൻ എണ്ണയിൽ പോവും. അപ്പോൾ വളരെ കുറച്ച് മാത്രം ആക്കിയിട്ട് പരത്തിയെടുക്കുക.
പിന്നെ ഇത് നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടിയിട്ട് ആദ്യം തന്നെ പരത്തി വെക്കാതിരിക്കുകയാണ് നല്ലത്. ഓരോന്നായിട്ട് പരത്തുക, എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് കൂടുതൽ നല്ലത്. പിന്നെ നമ്മൾ ഈ മാവ് ഉരുട്ടിയെടുത്തതിന് ശേഷം കുറേ സമയം വെക്കുമ്പോൾ മാവിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് അടച്ചു വെച്ചിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് ഈ മാവ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. പൂരി ഉണ്ടാക്കാൻ അത്യാവശ്യം നന്നായിട്ട് എണ്ണ വേണം. പരത്തി വെച്ചിട്ടുള്ള മാവ് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ അത് മേലേക്ക് പൊങ്ങി വരണം. അപ്പോൾ അതിനനുസരിച്ചുള്ള എണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഈ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം മാവ് എണ്ണയിൽ ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ മേലേക്ക് പൊങ്ങി വന്നാൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പരത്തി വെച്ചിട്ടുള്ള പൂരി ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മേലേക്ക് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിങ്ങനെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ എണ്ണയുടെ ചൂടാണ് നമ്മൾ ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നന്നായി പൊങ്ങി വന്നാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാലും അതെ, നമ്മൾ ഒരുപാട് സമയമൊന്നും എണ്ണയിലിടേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ചായി വരും. അപ്പോൾ വേഗം തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത പൂരി നമ്മൾ ഉണ്ടാക്കുമ്പോൾ എണ്ണയുടെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ വീണ്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് ഇട്ട് കൊടുക്കാൻ. അങ്ങനെയാകുമ്പോഴാണ് അത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഈ പൂരിയിൽ അങ്ങനെ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. നമ്മൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടാണല്ലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം ബാക്കിയുള്ള പൂരിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിഷ്ടമുള്ള ഏത് വെജ് കറീസിൻ്റെയും അതുപോലെ നോൺ വെജ് കറീസിൻ്റെയും കൂടെ ഇത് കഴിക്കാം. നമ്മളിത് പൊട്ടാറ്റോ മസാലയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടിയും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റീഫൈൻഡ് ഓയിലോ നമുക്ക് ഇതിനായിട്ട് എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂണിനടുത്ത് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിനി നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള അതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് ചേർക്കാം. പിന്നെ എരിവിനനുസരിച്ച് 3-4 പച്ചമുളക് ചേർക്കാം. ഈ ഒരു കറിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കില്ല. അപ്പോൾ എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം ഒരു 2 വറ്റൽമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും ഒരുപാട് മാറണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റുമാണ് ഈ ഒരു മസാലയ്ക്ക് ഉണ്ടാവുക. അതിനുശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്തിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് മസാല ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 1.5 കപ്പ് വരെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുത്തത്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ബാക്കിയിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കൂടി ചേർത്തിട്ട് 1.5 കപ്പ് വെള്ളം ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇത് തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇത് അത്യാവശ്യം കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് അവസാനമായിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ മല്ലിയില ചേർക്കണില്ല. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ മസാലയും റെഡിയായി. ഇത് നമുക്ക് പൂരിയുടെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ
ഇന്നത്തെ ഈ പൂരിയുടെയും അതുപോലെ പൊട്ടാറ്റോ മസാലയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും എല്ലാവർക്കും അറിയുന്നത് തന്നെയാവും. എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്